കൊല്ലപ്പെട്ട ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി ഖബറടക്കത്തിനായി എത്തിക്കുകയാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇപ്പോൾ ലത്തീഫിന്റെയും ഭാര്യയുടെയും മൃതദേഹം പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ എല്ലാവരുടെയും ഫർസാനയെ നേരത്തെ തന്നെ ഖബറടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ള രണ്ടുപേരുടെയും മൃതദേഹം എത്തിച്ചതിന് ശേഷം ഈ 4 പേരുടെയും മൃതദേഹം ഒരുമിച്ചായിരിക്കുമോ ഖബറടക്കുക? അമൃത, അങ്ങനെ തന്നെയാണ്. 4 പേരുടെയും മൃതദേഹം താഴെപ്പാങ്ങോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരുമിച്ചായിരിക്കും സംസ്കരിക്കുക. പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിൽ 4 ഖബറുകൾ എടുത്തത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ 3 പേരുടെയും മൃതദേഹം ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അഫ്സാന്റെ മൃതദേഹം കൂടി ഇവിടേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും മയ്യത്ത് നിസ്കാരത്തിനായിട്ട് പള്ളിക്കകത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. നിലവിൽ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിലാണ് ലത്തീഫിന്റെയും ഭാര്യ സാജിദ ബീഗത്തിന്റെയും വാപ്പുമ്മ സൽമ ബീവിയുടെയും മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 3 മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായിട്ട് പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5 മണിയോടുകൂടി തന്നെ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയാണ് പൊതുദർശനത്തിനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അവസാനമായിട്ട് ലത്തീഫിനെയും സാജിദ ബീഗത്തിനെയും സൽമ ബീവിയെയും അഫ്സാനെയും ഒക്കെ കാണാനായിട്ട് 100 കണക്കിന് ആളുകൾ ഈ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ഈ പള്ളി കമ്മിറ്റിക്കാർ വളരെയധികം പാടുപെടുന്ന കാഴ്ചകൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ നാടിനും നാട്ടുകാർക്കുമൊക്കെ അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. ഈ 95 വയസ്സ് വരെ ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള വീട്ടിലായിരുന്നു സൽമ ബീവി താമസിച്ചിരുന്നത്. ഇന്നലെ വരെ, അതായത് ഈ പള്ളിയോട് ചേർന്നുള്ള ഒറ്റമുറി വീട്ടിൽ, ആ വീടിനോട് ചേർന്ന് തന്നെ മറ്റൊരു വീട് പണിത് കൊടുത്തിരുന്നുവെങ്കിൽ പോലും അവിടേക്ക് താമസം മാറാതെ ആ ഒറ്റമുറി വീട്ടിൽ മാത്രമായിരുന്നു സൽമ ബീവി ഈ തൻ്റെ മരണകാലം വരെയും താമസിച്ചിരുന്നത്. ഈ നാട്ടിലെ എല്ലാവരോടും കണ്ടാൽ സൗമ്യമായിട്ട് പള്ളിയിൽ നിന്നുള്ള ഉയരുന്ന വാങ്കുവിളി കേട്ട് അത്രയും മതപരമായിട്ടുള്ള വിശ്വാസവുമൊക്കെയായി ജീവിച്ച് പോന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു സൽമ ബീവി. എന്തായാലും ഇപ്പോൾ 3 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായിട്ട് ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ സൽമ ബീവിയുടെ മൃതദേഹമുണ്ട്. അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗത്തിന്റെയും മൃതദേഹമുണ്ട്. അതിപ്പോൾ പൊതുദർശനത്തിനായിട്ട് ഹാളിലേക്ക് വെച്ചിരിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ അവസാനമായിട്ട് ഈ ചേതനയേറ്റ ശരീരം കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം പൊതുദർശനം പൂർത്തിയാക്കി അഫ്സാന്റെ മൃതദേഹം കൂടി ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഈ 4 പേരെ സംസ്കരിക്കുക. മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ സംസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ഹാളിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും 4 പേരുടെയും മൃതദേഹം മയ്യത്ത് നിസ്കാരത്തിനായിട്ട് പള്ളിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഒരു ഭാഗത്ത് സ്ത്രീകളും മറുഭാഗത്ത് മറ്റ് പുരുഷന്മാരുമായിട്ട് 100 കണക്കിന് ആളുകളായിട്ട് ഈ പറയുന്ന ആളുകളെയൊക്കെ കാണാനായിട്ട് േക്ക് വന്നിട്ടുണ്ട്. ഈ നാട്ടുകാർക്കൊക്കെ അത്രയും പ്രിയങ്കരനായിരുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ചേതനയേറ്റ് ഇവിടെ കിടക്കുന്നത്. ആളുകൾക്ക് ഈ പറയുന്ന ആളുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 100 കണക്കിന് നാവാണ് ഓരോ ആളുകൾക്കും ഇവരെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് സംസാരിച്ചത് ഈ സൽമ ബീവിയെക്കുറിച്ചാണ്. സൽമ ബീവിയെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ഈ നാട്ടുകാരെല്ലാം പറയുന്നത് ഈ പള്ളിക്ക് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു സൽമ ബീവി എന്നാണ്. ഈ താഴെ പാങ്ങോട് ജുമാ മസ്ജിദിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളായിരുന്നു. ആ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള വീട്ടിൽ നിന്നുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവർക്ക് വേണ്ടി നിരന്തരം അത്രയും ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു സൽമ ബീവി എന്നുള്ള കാര്യമാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. വന്ന് കണ്ടുപോകുന്ന അവസാനമായിട്ട് സൽമ ബീവിയെയും സാജിദ ബീഗത്തെയും ലത്തീഫിനെയും ഒക്കെ കണ്ടുപോകുന്ന ആളുകളുടെ കണ്ണുകളിൽ തന്നെയുണ്ട് അതിൻ്റെ പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ. അതായത് കണ്ണ് നിറയാതെ ഒരാൾ പോലും ഇരുന്ന് മടങ്ങിപ്പോകുന്നില്ല. കാരണം ഇന്നലെ വരെ കണ്ടു നിന്നവരാണ്. കണ്ണ് നിറഞ്ഞ കണ്ണുകളോടുകൂടി അവസാനമായിട്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോവുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും. എന്തായാലും 5:30 തന്നെ സംസ്കാര ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിൽ നടക്കും.
എല്ലാ ആളുകളെയും, ഇവിടെ നൂറുകണക്കിന് ആളുകളുണ്ട്, എല്ലാ ആളുകൾക്കും കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കാണിച്ചതിന് ശേഷമായിരിക്കും മയ്യത്ത് നിസ്കാരത്തിനായിട്ട് മൃതദേഹം പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുപോവുക. നൂറുകണക്കിന് സ്ത്രീകൾ ഒരു ഭാഗത്ത് ഈ അവസാനമായിട്ട് ഈ മൃതദേഹം കാണാനായിട്ട് മാറി നിൽപ്പുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ ദുഃഖവും വിഷമവും മാത്രമാണ് തളം കെട്ടിക്കിടക്കുന്നത്. കാരണം അവർക്ക് ഒരിക്കൽ പോലും ഇത് എന്തിന് ഇങ്ങനൊരു കൊലപാതകം അഫ്വാൻ ചെയ്തു എന്നുള്ളത് പോലും വിശ്വസിക്കാൻ കഴിയാതെ നെഞ്ചുപൊട്ടി ഉള്ളുലഞ്ഞിരിക്കുകയാണ് ഓരോ ആളുകളും. നിറകണ്ണുകളോടുകൂടി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ കാണാം. പല ആളുകളും ഇപ്പോഴും വിങ്ങിപ്പൊട്ടുകയാണ്. അപ്പോൾ അത്തരത്തിൽ വിങ്ങിപ്പൊട്ടുന്ന പല ആളുകളെയും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോഴും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് പോലും അത് അവർ ഉള്ളുലയാതെ ഈ കാഴ്ചകൾ കണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം അങ്ങേയറ്റം വിങ്ങിപ്പൊട്ടുകയാണ് ഓരോരുത്തരും. ഇപ്പോൾ പൊതുദർശനം പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിൽ നടക്കുന്നു. ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പള്ളിക്കുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോയി മയ്യത്ത് നിസ്കാരം തുടങ്ങും. അതേതാണ്ട് അരമണിക്കൂർ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾക്ക് ശേഷം 4 പേരെയും ഒരുമിച്ച് 4 കബറുകളിലായിട്ട് പള്ളിയോട് ചേർന്ന് തന്നെയുള്ള കബറിടത്തിൽ സംസ്കരിക്കും. അത്യന്തം വേദനയുണ്ടാക്കുന്ന, ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മരണം എന്ന് തന്നെ പറയണം. അത്തരത്തിലുള്ള ഒരു ക്രൂരവുമായിട്ടുള്ള, അത്രയും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന കൊലപാതകി ചെയ്തത്. സ്വന്തം അനുജനെ, മുത്തശ്ശിയെ, മറ്റ് ബന്ധുക്കളെയൊക്കെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ അഫാന്റെ ആ പ്രവൃത്തി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാതെ നെഞ്ചുപൊട്ടി ഉള്ളുലഞ്ഞ് ഇരിക്കുകയാണ് ഇവിടെ ഓരോ ബന്ധുക്കളും, നാട്ടുകാരും എല്ലാവരും. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും ഇപ്പോഴും ഇവരുടെ വിയോഗം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരൊക്കെ ഇപ്പോഴും അമ്പരപ്പോടുകൂടി മാത്രമാണ് ഇവിടെ വന്നു പോകുന്നത്. കാരണം ഓരോ ആളുകളെയും ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ഒക്കെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. ഒരുപക്ഷേ സൽമാ ബീവിയെ ഇന്നലെ ഈ കൊലപാതകം നടക്കുന്നത് ഏതാണ്ട് 1:15 കൂടിയാണ്. ആ 1:15 മുമ്പുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ആളുകളോ മറ്റാളുകളോ ഒക്കെ കണ്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. അവരോട് ഈ 95 വയസ്സ് പ്രായമുള്ള സൽമാ ബീവി എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടാവണം. വൈകിട്ട് വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ വാങ്ക് വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടുകാരോട് കുശലം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ആ സൽമാ ബീവിയാണ് ഇന്നിവിടെ ചേതനയേറ്റ് ലത്തീഫിനും സാജിദ ബീഗത്തിനുമൊപ്പം ഈ പള്ളിയുടെ ഹാളിൽ ഇങ്ങനെ കിടക്കുന്നത്. കണ്ടുപോകുന്ന ആളുകളെല്ലാം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയും ഉള്ളുലഞ്ഞും മാത്രമാണ് അവർ പോകുന്നത്. അവർക്കാർക്കും ഈ കാഴ്ച കണ്ണു നിറയാതെ അവർക്കൊന്നും ഇത് കാണാൻ കഴിയുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കണ്ടുപോകുന്ന ആളുകളെല്ലാം നിറകണ്ണുകളോടുകൂടിയാണ് ഇവർക്ക് അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇതിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഈ ആളുകളുടെ മുഖത്തുണ്ടാകുന്ന ആ ദൃശ്യമെന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിൽ, ഈ കേരളക്കാരുടെ തേങ്ങലാണ്. അത് നൊമ്പരപ്പെടുകയാണ്. എങ്ങനെ ഈ ഒരു ക്രൂരകൃത്യം ഈ 23 വയസ്സുകാരനായിട്ടുള്ള അഫാന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും എന്തിന് ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ചെയ്തു? ഇതെന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം? ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ചേതനേറ്റ് ഇവിടെ കിടക്കുമ്പോൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാതെ, വിശ്വസിക്കാൻ കഴിയാതെ ഈ നാട് ഒന്നടങ്കം നെഞ്ചുപൊട്ടി ഉള്ളുലഞ്ഞ് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ തീർത്തും ഗ്രാമപ്രദേശമാണ്. നമ്മൾ നഗരത്തിൻ്റെ തിരക്കുകളില്ല, നാഗരികതയുടെ കടന്നുകയറ്റം ഒന്നുമില്ലാത്ത തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് പാങ്ങോട് പ്രദേശം. മലയോര ജനത ഒരുപാട് താമസിക്കുന്ന ഒരു പ്രദേശം, മലയോരത്തോട് ചേർന്നുള്ളൊരു പ്രദേശം. അങ്ങനെ ഈ പാങ്ങോടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് താമസിക്കുന്ന ഓരോരുത്തർക്കും ഇത് ഈ പറയുന്ന ഒരു മരണവും, ഈ കൊലപാതകം, ഇവരെ എന്തിന് കൊല ചെയ്യപ്പെട്ടു, ഇവരെന്തിന് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങേയറ്റം ഉള്ളുലഞ്ഞ് അവസാനമായിട്ട് ഓരോരുത്തരും ഇവർക്ക് വിട ചൊല്ലുകയാണ്. കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഒരുപക്ഷെ സൽമാ ബീവിയുടെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാർ പോലും ഇവിടെ വന്ന് ഉള്ളുലഞ്ഞ് പോവുകയാണ്. സാജിദ ബീഗത്തിൻ്റെയും അതുപോലെ തന്നെ ലത്തീഫിൻ്റെയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയുണ്ട്. എന്തായാലും പൊതുദർശന ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം മയ്യത്ത് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും സംസ്കാരം പള്ളിയോട് ചേർന്നുള്ള ഖബറിസ്ഥാനിൽ നടക്കുക. അമൃത.